എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളും വെഹിക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്, വെഹിക്കിൾ ഓടിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഹെൽമെറ്റ് ധരിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മൾ പുറത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പം നമ്മളെ പോലീസ് പിടിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഫൈൻ കാര്യങ്ങളൊക്കെ ചലാനൊക്കെ വരാറുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ചലാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ചലാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു OTP വരുന്നുണ്ട്. സോ ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു OTP എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ സെക്കൻഡ് ബൈക്കൊക്കെ എടുക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഫസ്റ്റ് ഓണറുടെ ആ ഒരു നമ്പർ ആയിരിക്കുമ്പോൾ എപ്പോഴും ആ RCയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തേക്ക് നമുക്ക് എങ്ങനെയാണ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക? ഇനിയിപ്പോൾ അത് അല്ല, ചലാനല്ല, സോ മറ്റുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ RCയിലും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കാര്യത്തിലൊക്കെ നമ്മളുടെ തന്നെ നമ്പർ ആയിരിക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാലും OTP കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആ ഒരു നമ്പർ ചിലപ്പോൾ മിസ്സായി പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എറർ വന്നിട്ട് ചിലപ്പോൾ കിട്ടാത്ത സാഹചര്യങ്ങളും അല്ല, നമ്മൾ ഒഴിവാക്കിയുള്ള സിമ്മും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്കൊരു നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എങ്ങനെയാണ് ഈ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക? ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഇപ്പോൾ എംപരിവാഹൻ എന്ന ആപ്ലിക്കേഷനിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് മൊബൈൽ നമ്പർ RCയിലും അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ പറയുന്നതിന് കാരണം നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പം ഈ ഒരു വീഡിയോയുടെ ഭാഗമാണല്ലോ. സോ അതുകൊണ്ട് നിങ്ങളെന്ത് വീഡിയോക്ക് ജസ്റ്റ് ലൈക്കും കൂടി ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എംപരിവാഹൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഇൻസ്റ്റാൾ ചെയ്യാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ തുടക്കത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എംപരിവാഹൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷന് നമ്മൾ അത് ലോഗിൻ ചെയ്യുമ്പോഴും അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഓക്കെ, അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ലോക്കൊന്ന് അൺലോക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓപ്പൺ ആയി വന്നതിന് ശേഷം നിങ്ങൾക്ക് മെയിൻ ഇൻ്റർഫേസിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെഹിക്കിൾ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് സ്ക്രീന് ബ്ലാക്ക് ആയിരിക്കും കാണാൻ സാധിക്കുക. കാരണം അത് അത്രയും സെക്യൂരിറ്റി ആയതുകൊണ്ടാണ് ബ്ലാക്കായി വെക്കുന്നത് ഈ ഒരു പരിവാഹൻ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചലാൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചലാൻ പേയ്മെൻറ്റ്, അതായത് നിങ്ങൾക്കൊരു ഫൈന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചലാൻ നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്യുന്ന ശേഷം ഇവിടെ നിങ്ങൾക്ക് താഴത്തേക്ക് ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു OTP വരുന്നതായിരിക്കും നിങ്ങളുടെ ചലാൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ OTP വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങളുടെ നമ്പർ അല്ല അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ ഒരു നമ്പർ അതിൻ്റെ അവസാനം മാത്രമാണ് കാണാൻ സാധിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഉപേക്ഷിച്ച സിം ആയിരിക്കും, അല്ലാന്നെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഓണറുടെ നമ്പറായിരിക്കും, നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ID നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ചലാൻ വന്നിട്ടുള്ളത്. അപ്പം ഏകദേശം അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും എവിടെ നിന്നാണ് ചലാൻ, ഒഫൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വ്യൂ മോർ എന്നുള്ള ബട്ടൺ താഴത്തായി കാണാം, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓഫൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി, അത് നോക്കിയാൽ മതി. വ്യൂ മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നുണ്ട്. രജിസ്റ്റേർഡ് വെഹിക്കിൾ ഓണർ മൊബൈൽ നമ്പറാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നുള്ള സെക്ഷൻ നിങ്ങൾക്ക് താഴത്തേക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു OTP കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ചലാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നെങ്കിൽ പിന്നീട് അത് വെർച്വൽ കോർട്ടിലോട്ടും പിന്നെ റെഗുലർ കോർട്ടിലോട്ടൊക്കെ പോയിട്ട് നമുക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാക്കി തീരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് മൊബൈൽ നമ്പർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ, ചേസിസ് നമ്പർ, എൻജിൻ നമ്പർ, രജിസ്ട്രേഷൻ ഡേറ്റ്, രജിസ്ട്രേഷൻ അപ് ടു ഡേറ്റ് ഏതുവരെയാണോ നിങ്ങളുടെ വണ്ടിക്ക് രജിസ്ട്രേഷൻ ഉള്ളത് അതും നിങ്ങളിവിടെ എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് വെച്ചേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ,
അപ്പോൾ ആ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ളത് നിങ്ങളുടെ ആധാർ നമ്പറും, അതായത് വെഹിക്കിൾ ഓണറുടെ ആധാർ നമ്പർ, ആ വെഹിക്കിൾ ഓണറുടെ ആധാറിൽ കൊടുത്തിട്ടുള്ള നെയിം, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കൊടുത്തിട്ട് നിങ്ങൾ ടിക്ക് മാർക്കും കൊടുത്തിട്ട് അതിനുശേഷം വെരിഫൈ വിത്ത് ആധാർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയും കൊടുത്തതിന് ശേഷം നിങ്ങൾ വെരിഫൈ വിത്ത് ആധാർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. സോ എന്തെങ്കിലും എറർ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പം വെഹിക്കിൾ ഓണറുടെ ഡീറ്റെയിൽസും ഈ ഒരു ഡീറ്റെയിൽസും തമ്മിൽ ജസ്റ്റ് ഒരു മാച്ച് ആവുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ RTOയിൽ പോയിട്ട് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ RTOയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക. സോ ഈ എറർ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു OTP കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.